IFFK, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ചലച്ചിത്ര കൂട്ടായ്മയും സംരംഭവും ഒരു ചലച്ചിത്രോത്സവമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ IFFK എന്ന് പറയുമ്പോൾ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറയുമ്പോൾ, ആരും ഇതുവരെ IFFK കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേൾഡ് ഫേമസ് ഇൻ കേരള എന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറയുന്നത് വളരെയധികം വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ചലച്ചിത്രോത്സവമാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള പല ചലച്ചിത്രങ്ങളും കേരളത്തിലേക്ക് എത്തിച്ച് പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം, അതിൻ്റെ ഒപ്പം തന്നെ ചലച്ചിത്ര മേഖലകളുമായിട്ട് അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ സാങ്കേതിക വിദ്യകൾ, അല്ലെങ്കിൽ ക്ലാസിക് സിനിമകൾ, ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, അവയുടെ പല സംവിധായകന്മാർ, ഹോളിവുഡിൽ നിന്ന് മാത്രമല്ല, കാരണം ഹോളിവുഡിൽ നിന്ന് മാത്രം സാധാരണഗതിയിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു മലയാളിയെ പുറത്തുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതത്തിന് പുറത്തുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകൾ മാത്രമാണെന്ന് ഇന്ന് അറിവുണ്ടായിരുന്ന, ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വരവിന് മുമ്പ് അറിവുണ്ടായിരുന്ന മലയാളിക്ക് റഷ്യ മുതൽ ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം സിനിമകളുണ്ട്, കൊറിയയിൽ സിനിമകളുണ്ട്, എല്ലാം ഇന്തോനേഷ്യയിൽ സിനിമകളുണ്ട് എന്നെല്ലാം അറിയിച്ച് ആ സിനിമകളെ പരിചയപ്പെടുത്തിയ ഒരു ചലച്ചിത്ര മേള എന്ന് തന്നെ പറയാം. അതാണ് IFFK. വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു കലാപരിപാടിയാണ്, അല്ലെങ്കിൽ മേളയാണ് IFFK, ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് ഒരു സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഘോഷം തന്നെയായിരുന്നു. അന്നും അതിൽ സിനിമകൾ, നല്ല ചലച്ചിത്രങ്ങൾ കാണാൻ വരുന്നൊരു വിഭാഗം, പിന്നെ ഈ പറയുന്നത് പോലെ യാതൊരു തരത്തിലും അന്നത്തെ വീഡിയോ ഷോപ്പുകളോ അല്ലെങ്കിൽ CD ഷോപ്പുകളിലോ ലഭ്യമല്ലാത്ത നഗ്നത പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ കാണാനായിട്ട് ഇടിച്ചു കയറുന്ന, അതിനു വേണ്ടിയിട്ട് മാത്രം ചലച്ചിത്രമേളയുടെ സമയമാകുമ്പോൾ താടിയും വളർത്തി കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാതെ, നനയ്ക്കാത്ത ജുബയും നനയ്ക്കാത്ത ജീൻസും ഇട്ട് ഒരു വെങ്കായ സഞ്ചി എന്ന് പറയും, കാഷായ സഞ്ചിയല്ല, ക്ഷമിക്കണം, വെങ്കായ സഞ്ചി എന്ന് പറയുന്ന ഒരു സഞ്ചിയും തൂക്കി വരുന്ന ബുദ്ധിജീവികൾ. ആ ബുദ്ധിജീവികളുടെ പരിണാമം ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ നടന്നിരുന്നൊരു മേളയായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷങ്ങളായോ, ഇല്ല 9 വർഷങ്ങളെന്ന് നമുക്ക് കൂട്ടാം, ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മേളയായിട്ട് മാത്രം മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പിന്നെ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് എല്ലാത്തിലേക്കും നമ്മൾ ഇന്ന് കടക്കുന്നില്ല, ഒന്നിലേക്ക് മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണത്തെ 2025 തിരുവനന്തപുരത്ത് നടന്ന, ഇന്നലെ സമാപിച്ച ചലച്ചിത്രമേളയിൽ ചില ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നരേന്ദ്രമോദി നേരിട്ട് പിണറായി വിജയനെ വിളിച്ചിട്ട് ഈ ചലച്ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചാൽ മോനെ വിജയ, നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും എന്ന് പറഞ്ഞു എന്നല്ല എൻ്റെ അർത്ഥം. ഇത്തരം അന്താരാഷ്ട്ര ചലച്ചിത്രങ്ങൾ മേളകളിലാണെങ്കിൽ പോലും ഭാരതത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഒന്നുകിൽ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിന് ഒരു എക്സംഷൻ ലെറ്റർ സെൻസർ ബോർഡ് നൽകണം. എന്നാൽ മാത്രമേ ഇത്തരം മേളകളിൽ അത്തരം ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാനുള്ള അനുവാദമുള്ളൂ. അത്തരം അനുവാദം സെൻസർ ബോർഡ് ചില സിനിമകൾക്ക് നൽകിയില്ല. ഒരു 19 സിനിമകളെ സംബന്ധിച്ച് വിവാദമുണ്ടായിരുന്നു. 13 എണ്ണത്തിന് ഈ സർട്ടിഫിക്കറ്റ് നൽകി, അല്ലെങ്കിൽ എക്സംഷൻ ലെറ്റർ നൽകി. അതായത് ഈ സർട്ടിഫിക്കറ്റ് വേണ്ട, തൽക്കാലം പ്രദർശിപ്പിച്ചോളൂ എന്നുള്ള കത്ത് സെൻസർ ബോർഡ് നൽകി. അതിൽ 13 സിനിമകൾ ഈ 19 എണ്ണത്തിൽ പ്രദർശിപ്പിച്ചു. 6 എണ്ണത്തിന്, 6 ചലച്ചിത്രങ്ങൾക്ക് സെൻസർ ബോർഡ് അനുമതി നൽകിയില്ല. ഈ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള കത്തും നൽകിയില്ല. ആ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല എന്നുള്ളൊരവസ്ഥ നിലനിൽക്കെ മാധ്യമങ്ങൾ അത് വലിയ വിവാദമാക്കി. അപ്പോൾ വിവാദമാക്കുമ്പോൾ അറിയാമല്ലോ, സംഘപരിവാർ, ഫാസിസം, ആന ചേന, ഈ സെൻസർ ബോർഡിൻ്റെ ഒരു വിഷയം മാത്രമല്ല, തുർക്കി, അസർബൈജാൻ തുടങ്ങിയ ചില രാജ്യങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകർക്ക് ഭാരതത്തിലേക്ക് വരുവാനുള്ള വിസയും ഭാരത സർക്കാർ നൽകിയില്ല. അങ്ങനെയുള്ളൊരവസരത്തിൽ നമ്മുടെ പിണറായി വിജയൻ്റെ ഒരു രീതി അറിയാമല്ലോ. സഖാവ് പിണറായി വിജയൻ മുന്നിട്ടിറങ്ങി, സംഘപരിവാർ, ഫാസിസം ഒരു തരത്തിലും അനുവദിക്കില്ല, ഈ സെൻസർ ബോർഡ് അനുമതി നൽകാത്ത ചലച്ചിത്രങ്ങളെല്ലാം ഞങ്ങൾ പ്രദർശിപ്പിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ സമാപന ചടങ്ങിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ തുർക്കി, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്
ഉള്ള ചലച്ചിത്ര പ്രവർത്തകർക്ക് ഭാരതത്തിലെത്തുവാനുള്ള വിസ ഭാരത സർക്കാർ നിഷേധിച്ചു എന്നുള്ള കാര്യവും അദ്ദേഹം പരാമർശിച്ചു കണ്ടു. അദ്ദേഹം അത് പരാമർശിക്കുമ്പോൾ മുൻനിരയിലിരുന്ന സഹാക്കളുടെ മുഖത്തുള്ള ആ തിളയ്ക്കുന്ന ആവേശം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, പിണറായി സഖാവ് നേരിട്ട് മറ്റേ ശ്രീലങ്ക വഴിയോ ലക്ഷദ്വീപ് വഴിയോ വല്ല കട്ടമരത്തിലോ ബോട്ടിലോ ഇവരെ കൊണ്ടുവരാനുള്ള വല്ല ഇടപാടുകളും ചെയ്തേക്കുമോ എന്ന് വരെ ഞാൻ ഭയപ്പെട്ടു. ഇനിയും ചെയ്തുകൂടായികയില്ല അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ വടിവാളുകളുടെയും കത്തികളുടെയും തോക്കുകളുടെയും ബോംബുകളുടെയും ഇടയിൽ കൂടെ നെഞ്ചി വിരിച്ച് നടക്കുന്ന ധീരനായൊരു മനുഷ്യനാണ്. നരേന്ദ്രമോദിയുടെ ഫാസിസത്തോട് അദ്ദേഹം മുട്ടുമടക്കും എന്ന് സഖാക്കൾ എങ്കിലും ചുരുങ്ങിയ പക്ഷം വിശ്വസിക്കില്ല. പൊതുജനം മറ്റെന്താണ് വിശ്വസിക്കുന്നതെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇവിടെ അതുമല്ല വിഷയം. ഇവിടെ വിഷയം കേരള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി പൊതുവെ ഒരു ഈ ഇടത് ലിബറൽ ചിന്താഗതി എന്ന് നമ്മൾ പറയുന്ന ഒരു ആശയധാരയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, ശ്രീ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിനും അങ്ങനെ തന്നെയായിരിക്കണം തോന്നിയിട്ടുണ്ടാവുക. കാരണം അതാണല്ലോ അദ്ദേഹത്തെ ഓസ്കാർ ജേതാവാണെന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ, ശബ്ദ സംയോജനത്തിന് ഓസ്കാർ ലഭിച്ച ഭാരതീയനാണെന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുവാനുണ്ടായ കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇരുത്തുവാനുള്ള കാരണം ഈ ഒരു ഇടത് ലിബറൽ ചിന്താധാരയോട് അദ്ദേഹം ഒട്ടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. ആ ധാരണയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 6 ചലച്ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി സെൻസർ ബോർഡ് നൽകിയില്ലല്ലോ. അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ റസൂൽ പൂക്കുട്ടിയെ വളഞ്ഞു. അദ്ദേഹം ഈ ചലച്ചിത്രമേള നടക്കുന്ന ദിവസങ്ങളിൽ, അതിൻ്റെ ഭൂരിഭാഗം ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. മറ്റെന്തോ ചലച്ചിത്ര പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തായിരുന്നു. അദ്ദേഹം ഭാരതത്തിന് പുറത്ത് തന്നെയാണെന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ സമാപന ദിവസം തിരുവനന്തപുരത്തെത്തി. അപ്പോൾ അദ്ദേഹത്തെ മാധ്യമങ്ങൾ വളഞ്ഞ സമയത്ത് പ്രധാനമായിട്ടുള്ള ചോദ്യം ഇതായിരിക്കുമെന്നുള്ള റസൂൽ പൂക്കുട്ടിക്കും അറിയാം, മാധ്യമങ്ങൾക്കും അറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. കാരണം അല്ലാതെ ഇതിൻ്റെ അകത്ത് വന്ന സിനിമകളിൽ ജാപ്പനീസ് സിനിമയാണോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സിനിമയാണോ ഏറ്റവും മികച്ചത്, അതിൻ്റെ സാങ്കേതികത്വം എന്താണ്, ഇതിന് ഈ ചകോരം നൽകുന്ന അവാർഡ് നൽകുന്ന സിനിമ എന്നിവയെ താരതമ്യപ്പെടുത്താൻ പറ്റുന്നത് കാസാബ്ലാങ്കയോടാണോ അതോ സിറ്റിസൺ സ്കെയിനോടാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ആ ഒരു ആഴത്തിലുള്ള പഠിപ്പ് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കുമില്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം, പ്രേക്ഷകരായിട്ടുള്ള നമുക്കും അറിയാം. അപ്പോൾ അവരെന്തായിരിക്കും ചോദിക്കുക? വിവാദങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച്. ഈ ചലച്ചിത്രമേളയെ സംബന്ധിച്ച് എന്തായിരുന്നു ഏറ്റവും വലിയ വിവാദ വിഷയം? ഈ 6 ചലച്ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് അവർ ചോദിച്ചു. അവരുടെ മനസ്സിലും ഈ റസൂൽ പൂക്കുട്ടി ഇടത് ലിബറൽ ചിന്താധാരയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ ആഞ്ഞടിക്കുമെന്നായിരിക്കും അവരുടെ ധാരണ എന്ന് തോന്നുന്നു. റസൂൽ പൂക്കുട്ടി അതിന് മറുപടി പറയുന്നത് വരെ അതായിരുന്നിരിക്കണം അവരുടെ ധാരണ. കാരണം റസൂൽ പൂക്കുട്ടി പറഞ്ഞ മറുപടി, കേന്ദ്ര സർക്കാർ സെൻസർ ബോർഡ് ഈ ചലച്ചിത്രങ്ങൾക്ക് അനുമതി നിഷേധിച്ചത് വിദേശ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. നയതന്ത്ര ബന്ധങ്ങളെ, പല രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെ ഈ ചലച്ചിത്രങ്ങൾ ചിലപ്പോൾ ബാധിച്ചേക്കാമെന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരും സെൻസർ ബോർഡും ഇത്തരം സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത്. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ നയത്തെ ഞാൻ എന്തായാലും ഒരു ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ എതിർക്കില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണ്, കൃത്യമായ വാക്കുകൾ ഇതല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ സാരാംശം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ എന്തായാലും എതിർക്കില്ല ഒരു ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ എന്ന് ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം നിർത്തിയിരുന്നെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് കുറച്ചൊരാശ്വാസം കിട്ടിയാണ്. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും എന്നാലും പോട്ടെ എന്നെങ്കിലും ചെയ്യാമായിരുന്നു. ഇതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത അടിയായിപ്പോയി. അത് മാധ്യമങ്ങൾക്കിട്ട് മാത്രമാണോ കൊണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറയുള്ളൂ. കാരണം ശ്രീ പിണറായി വിജയന് നേരെയുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിലനിൽക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിദേശ നയങ്ങളെ എതിർക്കുന്ന നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് ഒരു മാധ്യമപ്രവർത്തകനോടാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു വ്യക്തിയോടല്ല, മാധ്യമപ്രവർത്തകരോട് പൊതുവേ ഉള്ളൊരു ചോദ്യമായിട്ട് അതവിടെ പരന്നു. മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് എടുത്തത്. എന്നാലും നമ്മുടെ ഇന്ത്യക്കാരാണോ എന്ന് ചോദിച്ചു. നാട്ടുകാർ പലപ്പോഴായിട്ട് രഹസ്യമായിട്ട് ചോദിക്കുന്നൊരു കാര്യം ഇങ്ങനെ പരസ്യമായിട്ട് ചോദിച്ചല്ലോ
എന്നുള്ളൊരു വിഷമം അവരുടെ മുഖത്തുണ്ടായിരുന്നിരിക്കണം. കാരണം ക്യാമറകൾ മുഴുവൻ റസൂൽ പൂക്കുട്ടിയിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവരുടെ മുഖങ്ങൾ ഒരു ക്യാമറയും കാണിച്ചിട്ടില്ല. സിനിമയിലായിരുന്നെങ്കിൽ നമുക്ക്, ചലച്ചിത്രങ്ങളിലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. റസൂൽ പൂക്കുട്ടിയുടെ ഈ ഒരു ചോദ്യം വരുന്നു, സുരേഷ് ഗോപി ചോദിക്കുന്നത് പോലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ രാജൻ പി ദേവിൻ്റെയും NF വർഗീസിൻ്റെയും മുഖത്തേക്ക് തിരിച്ച് ക്യാമറ പോകുന്നത് പോലെ നമുക്ക് കാണാമായിരുന്നു ചലച്ചിത്രത്തിലായിരുന്നെങ്കിൽ, മാധ്യമങ്ങളുടെ ചമ്മിയ മുഖം. പക്ഷേ ഈ ചോദ്യം മാധ്യമങ്ങളോട് മാത്രമാണ് എന്ന് കരുതാനാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകാത്ത ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും എന്ന് ശ്രീ പിണറായി വിജയൻ അങ്ങ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ വളരെ രസകരമായ പ്രഖ്യാപനങ്ങളാണ്. കാരണം പ്രളയകാലത്ത് UAE-യിൽ നിന്ന് 700 കോടി കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നെ അതിനു മുമ്പ് ആദ്യത്തെ തവണ ഒന്നാം പിണറായി സർക്കാർ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിട്ടുള്ള വിദഗ്ധരുടെ റിപ്പോർട്ടുകളെല്ലാം കത്തിച്ച് കളയണമെന്ന് പറഞ്ഞു. ഭരണത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ആ റിപ്പോർട്ട് 2 കൈ നീട്ടി സ്വീകരിച്ചു. പിറ്റേ ദിവസം എന്ന് ഞാനൊരു കാവ്യാത്മകമായിട്ട് പറഞ്ഞാണ്. ഭരണത്തിൽ വന്ന് അധികം താമസിക്കാതെ അദ്ദേഹം അത് സ്വീകരിച്ചു. പിന്നെ CAA ഇവിടെ നടപ്പാക്കില്ല, SIR നടപ്പാക്കില്ല, PM ശ്രീ പദ്ധതി നടപ്പാക്കുകയില്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. ഇതെല്ലാം കേട്ടിട്ട് സഖാക്കളും സുഡാപ്പികളുമൊക്കെ, സുഡാപ്പികളെന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗങ്ങളുമൊക്കെ, സഖാവ് ധീരൻ തന്നെ, മോദി സഖാവിൻ്റെ മുമ്പിൽ നിന്നാൽ വിറയ്ക്കും എന്നുള്ള മട്ടിൽ അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇദ്ദേഹം ഈ പൊതുവേദിയിൽ നടത്തുന്ന പ്രസ്താവനകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടായിട്ട് എഴുതി വെച്ചോ, അത് നടക്കും, നടപ്പാക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം നടപ്പാക്കും എന്ന് പറഞ്ഞാൽ സംശയിക്കണം, നമ്മൾ പേടിക്കണം. നാളെ കേരളം മുഴുവൻ ഞങ്ങൾ വൈദ്യുതിവൽക്കരിക്കും, കേരളത്തിലെ എല്ലാ വീടുകളിലും വൈദ്യുതി ഞങ്ങൾ നൽകിയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞാൽ പേടിക്കണം. പവർ കട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതികൾ വെച്ച് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് അദ്ദേഹം പറയുകയാണ്, ഈ മോദിയുടെ ഒരു പദ്ധതി, എല്ലാ വീട്ടിലും ജലം എത്തിക്കുക, ശുദ്ധജലം എത്തിക്കുക എന്നുള്ള പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നല്ല ശുദ്ധമായ കുടിവെള്ളം എത്തിയിരിക്കും. ഉറപ്പിച്ചോ? ഗെയിൽ പദ്ധതിയുടെ ചരിത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു വന്നത്, റസൂൽ പൂക്കുട്ടിയുടെ ഈ ഒരു നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്നുള്ള ചോദ്യം ഇദ്ദേഹത്തോടു കൂടിയാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഈ പറയുന്നത് പോലെ തുർക്കി, അസർബൈജാൻ ചലച്ചിത്ര പ്രവർത്തകരെ കട്ടമരത്തിലെങ്കിലും ഇങ്ങ് എത്തിക്കും എന്നുള്ള തുടങ്ങിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി ചലച്ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 6 ചലച്ചിത്രങ്ങളും മടക്കി തട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പ്രദർശിപ്പിച്ചില്ല. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്കാരനാണോ എന്നുള്ളൊരു ചോദ്യത്തിൽ ചിലപ്പോൾ പിണറായി വിജയൻ ഒരു ആത്മപരിശോധനാ ബോധം ഉണ്ടായി കാണും. അതുമായിരിക്കും പിന്നെ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്. അല്ലെങ്കിൽ സമാപന സമ്മേളനത്തിൽ സഖാക്കൾക്കും ഈ സുഡാപ്പികൾക്കും വേണ്ട ഒരു കൈയടിക്കാനുള്ള മരുന്ന് അദ്ദേഹം നൽകിയല്ലോ. അതിനുശേഷം അദ്ദേഹത്തിന് അതിൻ്റെ കാര്യമില്ല, അതിൻ്റെ വാലെ പിടിച്ച് പോകേണ്ട കാര്യമില്ല. കാരണം കൈയടി കിട്ടി. ഇനി നമ്മൾ നടപ്പാക്കുക. PM ശ്രീ നടപ്പാക്കില്ല, പിണറായി വിജയൻ സർക്കാർ PM ശ്രീ നടപ്പാക്കില്ല എന്ന് പ്രസ്താവന ഇറക്കി കൈയടി വാങ്ങി. അപ്പുറത്തോടി പോയി PM ശ്രീ നടപ്പാക്കി. ശിവൻകുട്ടിയുടെ അടുത്ത് പറഞ്ഞു നടപ്പാക്കൂ. ശിവൻകുട്ടിയാണെങ്കിൽ അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ജാക്കറ്റൊക്കെ ഇട്ട് പത്മനാഭൻ്റെ ഒരു ശില്പവും വാങ്ങി, ശ്രീ പത്മനാഭൻ്റെ ഒരു ശില്പവും വാങ്ങി വെച്ച് പിടിച്ചു ഡൽഹിയിലോട്ട്, നടപ്പാക്കി. അപ്പോൾ ഇങ്ങനെയാണ് IFFKയുടെ ഇത്തവണത്തെ കഥകൾ നീങ്ങുന്നത്. എന്തായാലും റസൂൽ പൂക്കുട്ടി തകർത്തു എന്ന് പറയാതെ വയ്യ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് മിക്കവയോടും എതിർപ്പാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ റസൂൽ പൂക്കുട്ടി അഭിനന്ദനം അർഹിക്കുന്നു. ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ മറ്റൊരു ഭാരതീയനായ, അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് നമ്മെ അറിയിച്ച റസൂൽ പൂക്കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.